പറഞ്ഞു വരുന്നു ആ ട്രാക്ക്മാൻമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ളൊരു സംഭവം. അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷക എന്ന ഒരു സംവിധാനം നടപ്പാക്കാനായില്ല. ഇപ്പോഴും മരിച്ചു വീഴുന്നവരുടെ എണ്ണം അധികമാണ്. എങ്ങനെ മറികടക്കാനാവും? മറികടക്കാൻ റെയിൽവേ തന്നെയുടെ സേഫ്റ്റി കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതിൽ റെയിൽവേ തന്നെ അവരെ പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് രക്ഷക്. റെയിൽവേ ഇട്ട നാമധേയമാണത്. പാർലമെൻ്ററി കമ്മിറ്റിയും റെയിൽവേ ബോർഡും എല്ലാം അംഗീകരിച്ച് ഡിവിഷണൽ വൈസ് സോണൽ വൈസ് അതിൻ്റെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായ അത് പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണം എന്നാണ് എഴുതിയത്. അത് ആണ് ഈ മരണത്തെ ലഘൂകരിക്കാനുള്ള ഏകമാർഗം. എന്താണ് അതിൽ? അത് 24 മണിക്കൂർ മുന്നേ ഈ ഉപകരണത്തിലേക്ക് മെസ്സേജ് വരും. അത് ബസറടിക്കും, ലൈറ്റ് അടിക്കും, ഒരു തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അയാൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ആണെന്നുള്ള നെറ്റിലടിച്ചു നോക്കിയാൽ പോലും അതിൻ്റെ കൃത്യമായ അതിൻ്റെ രൂപരേഖയുണ്ട് അതിൻ്റെ സിസ്റ്റം. നിങ്ങൾ നെറ്റിലടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. മറ്റ് ഈസ്റ്റേൺ റെയിൽവേയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സോൺ കംപ്ലീറ്റ്. അവിടെ അതിനനുസരിച്ച് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷക് എന്ന് പറയുന്ന ഉപകരണത്വം കൊണ്ട് അതിൻ്റെ വണ്ടി അടുത്തേക്ക് വരും തോറും അത് 24 കിലോമീറ്റർ ദൂരെ വെച്ച് എന്ന് പറയുമ്പോൾ പല സെക്ഷനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷനിലൊക്കെ 8 കിലോമീറ്ററും 6 കിലോമീറ്ററും ഒക്കെ ദൂരമുള്ളൂ. പല സെക്ഷനിലൊക്കെ കൊങ്കലിലൊക്കെ പോയ ദൂരം കൂടുതലാണ്. 2 റെയിൽവേ സ്റ്റേഷൻ തമ്മിലുള്ള ദൂരത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ 24 കിലോമീറ്ററിന് അഡ്വാൻസ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അടുത്തേക്ക് വരും തോറും ഈ ബസർ കൂടുതൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ വരുന്നു എന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ട്രെയിനിൽ ഈ ട്രാക്കിൽ നിന്ന് തെന്നി മാറി നിൽക്കാൻ അയാൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ രക്ഷക് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരു സോണിൽ നടപ്പാക്കി എന്ന് പറയുന്നത് മറ്റു സോണുകളിലേക്ക് നടപ്പാക്കാത്ത സാമ്പത്തിക ചിലവാണോ? സാമ്പത്തിക ചിലവാണ്. അതിന് ഉള്ള അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് ഈ എത്ര ഉപകരണം വേണമെന്ന് അതാത് ഡിവിഷണൽ റെയിൽവേ മാനേജർ അല്ലെങ്കിൽ സീനിയർ ഡിഎൻ കോർഡിനേഷൻ എത്ര വേണമെന്ന് സോണൽ റെയിൽവേക്ക് റിപ്പോർട്ട് കൊടുത്ത് അത് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു, മാച്ചിങ് സറണ്ടർ ഓഫ് പോസ്റ്റ് എന്ന്. ആ മാച്ചിങ് സറണ്ടർ ഓഫ് പോസ്റ്റ് അതായത് ഇത്ര കോടി രൂപ വേണമെങ്കിൽ ആ കോടി രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ള പോസ്റ്റ് സറണ്ടർ ചെയ്യണം എന്നുള്ള കണ്ടീഷനും വെച്ചു. ഇവിടെ പോസ്റ്റ് സറണ്ടർ ചെയ്യാൻ ഇല്ല. പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ എമൗണ്ടിന് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യാതെ പോകുന്നത്. അത് കഴിയില്ല കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കും മാത്രമല്ല പാർലമെൻറ്റിനുമാണത്. വെച്ചാൽ അവരുടെ കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ഒപ്പിട്ട് ഇറക്കിയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവിടെ എവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ ഈ ഉപകരണം ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായും അത് നടപ്പിലാക്കാനുള്ള ഒരുപാട് സർക്കുലർ, ഒരുപാട് ഓർഡറുകൾ, സേഫ്റ്റി കമ്മിറ്റി റിപ്പോർട്ടുകൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, റെയിൽവേ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജോലിയുടെ ഉത്തരവാദിത്തക്കുറവുകൊണ്ടോ നിയമം പാലിക്കാത്തത് കൊണ്ടല്ല ഒരു ട്രാക്ക്മാൻ ട്രാക്കിൽ മരണപ്പെടുന്നത്. ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി മിലിറ്ററി കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്ക് മെയിൻ്റനൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാക്ക് മെയിൻ്റനൻസിനെ റിസ്ക് ആൻഡ് ഹാർഡ് 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. RH1 എന്ന് പറയും. RH1 എന്ന് പറയുന്നത് മിലിറ്ററിയാണ്. RH2 എന്ന് പറയുന്നത് ട്രാക്ക് മെയിൻ്റനറാണ് ഇന്ത്യൻ റെയിൽവേയിൽ. പിന്നെ RH3 ഉണ്ട്. അത് ആ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ജോലിയെ ബന്ധപ്പെട്ടിട്ടാണ് റിസ്ക് ആൻഡ് ഹാർഡ് എന്നൊരു കൺസെപ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വിഭാഗത്തിന്, RH2-ൽ പെടുന്ന വിഭാഗത്തിന് ഇത് കൊടുക്കണമെന്ന് മാത്രമല്ല അലവൻസസുകൾ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം പിന്നെ അടുത്ത കാലത്ത് എങ്ങാനും പൂർണ്ണമായി നടപ്പാക്കുമോ? നടപ്പിലാക്കുന്നില്ല. ഇന്നലെ ഒരാൾ മരിച്ചിരിക്കുന്നു പിറവൻ റോഡിൽ, കുമരനെല്ലൂർ CNC സ്റ്റേഷനിലെ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് അതിർത്തിയിൽ യുദ്ധത്തിൽ പോകുന്നതിനേക്കാൾ കഷ്ടമാണ്. വീട്ടിലെത്തിയാൽ തിരിച്ചെത്തി. അങ്ങനെ മരണപ്പെടുന്നവരുടെ എണ്ണം ഒരുപാടാണത് കിടക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഒന്നെങ്കിൽ ഒരു ഗ്യാങ്ങിന് ഒരെണ്ണമെങ്കിലും നൽകാം. ഒരു ഗ്യാങ് വർക്ക് നടക്കുന്ന സ്ഥലത്ത് 2 പേർക്കാണ് ഡേഞ്ചർ വരുന്നത്. പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് എന്നവരെ ഡിക്ലെയർ ചെയ്യുമ്പോൾ കീമാനാണ് പാത നോക്കി പോകുന്നത്.
നടന്ന് തന്നെ പാത നോക്കി രാത്രിയും പകലും പരിശോധന നടത്തുന്ന ഈ കൂടുതൽ രാത്രി വിഭാഗങ്ങൾ കൂടുതൽ മരിക്കപ്പെടാറുണ്ട്. ഈ സുരക്ഷാ ഉപകരണങ്ങളുടെ ഭാരവും തൂക്കി പോകണം. അത് ഭാരം തൂക്കിപ്പോണം. സുരക്ഷ അത് മറ്റു വിഷയം. ഈ ആർച്ച് പറഞ്ഞ ഒരു തരം നമ്മൾ വാക്കി ടോക്കി മോഡലുള്ള സിസ്റ്റമാണത്. അതിനത്ര ഭാരമൊന്നുമില്ല. പക്ഷെ ഈ സാധനം ഒരു ഗാങ്ങിന് ഒന്ന് സപ്ലൈ ചെയ്യുക, ഒരു കീമാന് സപ്ലൈ ചെയ്യുക. ഒരു ഗാങ് വർക്ക് നടക്കുന്ന സമയത്ത് ആ ഒരാളുടെ കൈവശം ഇതുണ്ടെങ്കിൽ ഈ വിഷയം അത് അറിയാൻ കഴിയും. അതാ വണ്ടി വരുന്നു, നീ മാറാം, ഉടനെ മാറണം എന്ന് പറയുമ്പോൾ അവർ മാറും, അറിയാൻ കഴിയും. കീമേന് പെർമനൻ്റായിട്ട് ഇത് കൊടുക്കുക. കൂടുതൽ മരണപ്പെടുന്നത് കീമേന്മാരാണ് ട്രാക്കിന്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗാങ്ങിൽ 2 സപ്ലൈ ചെയ്യുന്ന രീതിയിൽ വന്നാൽ തിരുവനന്തപുരം ഡിവിഷനിൽ 120-120ഓളം ഗാങ്ങുകളുള്ള ഒരു സെക്ഷനിൽ ഇത് ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ, ഇത് ഇത്രയേ എമൗണ്ട് വരുള്ളൂ. ആ കൺസെപ്റ്റിലേക്കും റെയിൽവേ അധികാരികൾ മാറപ്പെടുന്നില്ല, ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാവില്ല. ഈ കൊലയ്ക്കെല്ലാം, ഈ മരണത്തിനെല്ലാം ഉത്തരവാദികൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ കടമയുണ്ട്, അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ കടമ നിർവഹിക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിധവകളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം റെയിൽവേയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന് സാമ്പത്തികമായുള്ള ആനുകൂല്യങ്ങൾ റെയിൽവേ നൽകുന്നുണ്ട്. പക്ഷേ അത് ഇതിനൊരു പരിഹാരമല്ല. ഇപ്പോൾ ചെറുപ്പക്കാരൻ മരിക്കപ്പെടുന്നത്, അവരുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് അതിപ്രധാനമാണത്. മക്കൾ അച്ഛനില്ലാതെ ആവുന്നു. സാമ്പത്തികമായിട്ട് റെയിൽവേ ആ പ്രശ്നങ്ങൾ ജോലി കൊടുത്തും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തും പരിഹരിക്കപ്പെടും. അത് റെയിൽവേയുടെ നിലവിലുള്ള നിയമത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ പരിഹാരം. മരണം നടക്കാതിരിക്കുക, ട്രാക്കിൽ ഒരു ജീവനക്കാരൻ്റെയും ജീവൻ പൊലിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കൂടെ അടക്കം വീഴ്ച, പാർലമെൻറ്റിൻ്റെ